نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون വിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി ജീവിതം നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വളരെ മോശമായ ഒരവസ്ഥയിലാണുള്ളത്. കുറ്റകൃത്യങ്ങൾ, തിന്മകൾ, ജീർണതകൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എല്ലാം ലിസ്റ്റ് ചെയ്യാതെ നമുക്കറിയാം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുകയാണ്. നന്നായി ജീവിക്കേണ്ട ആളുകൾ നന്നായി ജീവിക്കുന്നില്ല. ആളുകളൊക്കെയും തിന്മയിൽ കുത്തിക്കഴിഞ്ഞു പോകുന്നു. ഈ ഒരു അവസ്ഥ എങ്ങനെ സംജാതമായി എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത് നമ്മെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ഒരു ശ്രേഷ്ഠ സമൂഹമാണ്. കുറേ ഉത്കൃഷ്ട മൂല്യങ്ങളുള്ള ഒരു ശ്രേഷ്ഠ സമൂഹത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സമൂഹത്തിന് ഉണ്ടാവേണ്ടത് അവരുടെ വിശ്വാസപരമായ വിശുദ്ധിയാണ്. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത്. ഈ ആയത്താണ് നമ്മളൊരു ശ്രേഷ്ഠ സമൂഹമാണെന്ന് പഠിപ്പിക്കുന്നത്. അതിലാദ്യം പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ ക്വാളിറ്റി എന്നാണ്. ഇത് എവിടെ ഇല്ലാതെയാകുന്നുവോ അവിടെ തിന്മകൾ പടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാരൊക്കെ നിർത്തിവെക്കുന്നുവോ അയാൾ കൂടി ചീത്തയാകുമെന്ന വിഷയത്തിലും തർക്കമില്ല. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഈ ആയത്തിൽ എന്തിനാണ് ഈ മുൻഗണന? ഒരു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ എന്നതിന് ആദ്യത്തെ ക്വാളിറ്റിയായി പറഞ്ഞത് അതിൻ്റെ പ്രാധാന്യം അത്രമാത്രമുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതാണ് ഇപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ പലർക്കും അറിയാത്തത്. നമ്മൾ സജീവമായി മുസ്ലിം ഉമ്മത്തിനകത്തുണ്ട്. പക്ഷേ ആ ഏറ്റവും സജീവമായി നിൽക്കേണ്ട രംഗത്ത് നമ്മളില്ല. അംറും ബിൽ മഅറൂഫ് നഹീം അനിൽ മുൻകർ അത് നമ്മുടെ ജോലിയല്ല. അത് അറബി കോളേജിലൊക്കെ പോയി പഠിച്ചു വന്ന അള്ളാഹു നാക്കിന് നീട്ടം നൽകിയ, അനുഗ്രഹം നൽകിയ കുറേ ആളുകൾ മാത്രം ചെയ്യേണ്ട ഒരു കൃത്യമാണ് എന്ന് വിചാരിച്ചു പോകുന്നു. എന്തിനാണ് അള്ളാഹു അമ്പിയാക്കന്മാരെ നിയോഗിച്ചത്? ഈ കൃത്യം നടത്താൻ, അംറും ബിൽ മഅറൂഫും നഹീം അനിൽ മുൻകറും നടത്താൻ. എന്തിനാണ് അമ്പിയാക്കന്മാർക്ക് ശത്രുക്കൾ ഉണ്ടായത്? എന്തുകൊണ്ടാണ്? അവർ അംറും ബിൽ മഅറൂഫും നഹീം അനിൽ മുൻകറും നടത്തിയതുകൊണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് പേടിച്ച് മാറി നിൽക്കുന്നത്? നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും. ആളുകളുടെ മനസ്സിൽ നമ്മളോട് വിദ്വേഷമുണ്ടാകും, പകയുണ്ടാകും, പോരുണ്ടാകും, കിബറുണ്ടാകും, ഒക്കെയുണ്ടാകും.
അപ്പൊ അതൊന്നും വേണ്ട എന്നൽക്ക് നമ്മളിങ്ങനെ മാറി നിൽക്കുന്നു. അങ്ങനെ മാറി നിൽക്കുന്നതിന് മുമ്പ് നമ്മൾ ഓതേണ്ട ഒരു ആയത്തുണ്ട് സൂറത്തുൽ മാഇദയിൽ 78. ലഉന അല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ് വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസർ വകാനൂ യഹ്തദൂൻ. ഈസ ഇബ്നു മറിയമിന്റെ നാവിലൂടെ ദാവൂദ് അലൈഹിസ്സലാമിലൂടെ ആ പ്രവാചകന്മാരിലൂടെയൊക്കെയും ഇസ്രായേലിയരായ ആളുകളെ ശപിക്കുന്ന വാചകങ്ങൾ ഇപ്പോഴും ബൈബിളിലുള്ളത്. ഇപ്പോഴും നമ്മൾ വായിക്കുന്ന ബൈബിളിൽ, മലയാളത്തിൽ വാങ്ങി വായിക്കാൻ കിട്ടുന്ന ബൈബിളിൽ പോലും ആ വചനങ്ങളുണ്ട്. എന്താ അതിന്റെ കാരണമായി വിശുദ്ധ ഖുർആൻ പറയുന്നത്? സൂറത്തുൽ മാഇദയിലെ 79 കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു ലബിഅസ മാ കാനൂ യഫ്അലൂൻ. എത്ര മോശമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ, എത്ര മോശമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് അള്ളാഹ് പറയുന്നത് എന്താണെന്ന് അറിയാം? അവർ കള്ളുകുടിച്ചിരുന്നു, വ്യഭിചരിച്ചിരുന്നു, കവർച്ച നടത്തിയിരുന്നു, കൊന്നിരുന്നു എന്നൊന്നുമല്ല. അതൊന്നുമല്ല വലിയ കുറ്റമായി പറഞ്ഞത്. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. അവരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന തിന്മകളെ അവർ എതിർക്കാൻ കൂട്ടാക്കിയില്ല. ഈ കുറ്റം ഞാനും നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മുടെ ബാധ്യതയല്ലേ അതൊന്നും? അസ്ഹാബു സുബ്ഖിന്റെ കഥ പഠിച്ചിട്ടുണ്ട് നമ്മൾ. വിശുദ്ധ ഖുർആൻ മനോഹരമായി ആ കഥ പറയുമ്പോൾ സൂറത്തുൽ ആറാഫിൽ 7-ാമത്തെ അധ്യായത്തിലെ 164-ാമത്തെ ആയത്തിൽ ഒരു കൂട്ടരെ പരിചയപ്പെടുത്തുന്നുണ്ട്. കഥ നമുക്കറിയാം. ശനിയാഴ്ച മീൻ പിടിക്കരുതെന്ന് പറഞ്ഞ കഥ. മീൻ പിടിക്കരുതെന്ന് പറഞ്ഞ കഥയിൽ ഒരു വരി അള്ളാഹുവിന്റെ കിതാബിൽ ചേർത്തത് ഞാനും നിങ്ങളുമൊക്കെ ബേജാറോടുകൂടി പാരായണം ചെയ്യാനാണ് എന്നാണ് എന്റെ വിശ്വാസം. ഏതാണ് വരി എന്നറിയോ? അവര് പിടിക്കുകയാണെങ്കിൽ പിടിക്കണോ നമുക്കെന്നാ എന്ന് ചോദിച്ച ആളുകൾ. അവര് പിടിക്കാതിരിക്കേ ചെയ്യട്ടെ. ഇവർ പിടിച്ചില്ല, പിടിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവർ വീട്ടിൽ പോയി കിടന്നു തുടങ്ങി. മറ്റൊരു വിഭാഗം പിടിക്കാതിരിക്കുകയും എന്നിട്ട് പിടിക്കരുതെന്ന് ഗുണദോഷിക്കുകയും ചെയ്തു. അംറും ബിൽ മഅറൂഫ് നഹിയും അനിൽ മുൻകർ കൃത്യമായി നിർവഹിച്ചു. മൂന്നാമതൊരു കൂട്ടർ മീൻ പിടിച്ച കുറ്റക്കാരായ ആളുകൾ. ഇബ്നു കസീറിന്റെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കൂ നിങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, കാനു അസ്ലാസ സുലുസുൻ, മൂന്ന് വിഭാഗമായിരുന്നു. സുലുസുൻ, മൂന്നിലൊന്ന്. നഹൗ, അരുതെന്ന് പറഞ്ഞ അവരുടെ കൈക്ക് പിടിച്ചവർ, ചെയ്യാൻ പാടില്ല, ഇത് വിലക്കപ്പെട്ടതാണ് കൃത്യമായി തൊള്ള തുറന്ന് പറഞ്ഞവർ. രണ്ടാമത്തെ കൂട്ടർ അസ്ഹാബുൽ ഖതിയ, തെറ്റ് ചെയ്തവർ, ആ പാതകം തിന്മ പ്രവർത്തിച്ചവർ. മൂന്നാമത്തെ കൂട്ടർ ഈ പറഞ്ഞ ആളുകൾ. ലിമതഅയൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും. നമ്മൾ എന്തിനാ ഇതൊക്കെ തലയിടാൻ പോണത്? നമ്മൾ എന്തിനാ ഇതൊക്കെ വയ്യാകരിക്ക് നിൽക്കുന്നത്? എന്തെങ്കിലും ആയിക്കോട്ടെ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അതിൽ പോയി കക്ഷി ചേരാനാവുമോ? എത്ര മനോഹരമായ പദപ്രയോഗങ്ങൾ. എന്നിട്ട് നമ്മൾ അതൊക്കെ പറഞ്ഞ് വിളവന്മാരായി മാറി നിൽക്കും. ഈ വിളവന്മാരൊരു കൂട്ടർ. എന്നിട്ട് നമ്മൾ നിഷ്പക്ഷതയുടെ കുപ്പായം ആണ് ഞാനിട്ടത് എന്ന് വിചാരിച്ച് ഗർവ് നടിക്കും. അതൊക്കെ കച്ചറയും പെരുമാറാണ്. നമ്മൾ നിഷ്പക്ഷർ. അങ്ങനെ ഒരു പക്ഷമുണ്ടോ എന്നറിയില്ല. നേരിന്റെ പക്ഷവും തിന്മയുടെ പക്ഷവും നന്മയുടെ പക്ഷവുമാണ് ഉണ്ടാവുക. അതിനിടയിൽ മറ്റൊരു പക്ഷം എനിക്കറിയില്ല ഉണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഈ പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ഉണ്ടായെന്നറിയോ? ഫമാ നജാ ഇല്ലല്ലദീന നഹൗ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു. ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ എന്ന് ആശീർവദിച്ച ആ ഖുർആനിന്റെ ആദ്യം തഫ്സീർ ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നു, ഫമാ നജാ ഇല്ലല്ലദീന നഹൗ. ആ മൂന്ന് കൂട്ടരിൽ ശക്തമായി അതിനെ എതിർത്ത് നിന്ന ആളുകൾ മാത്രം രക്ഷപ്പെട്ടു. വഹലക സായിറുഹും. കുരങ്ങന്മാരായി, മരം ചാടുന്ന കുരങ്ങന്മാരായി മാറ്റിമറിച്ചപ്പോ ബാക്കി രണ്ടു കൂട്ടരെയും അള്ളാഹു കുരങ്ങന്മാരായി പരിവർത്തിപ്പിച്ചു. എന്താണ് അവർ ചെയ്ത തെറ്റ്? ചെയ്യേണ്ട ബാധ്യത നിർവഹിച്ചില്ല. ഒരു നാട്ടിൽ, ഒരു സമൂഹത്തിൽ, ഒരു മഹല്ലത്തിൽ തിന്മ പെരുകുമ്പോ നമ്മൾ ഇങ്ങനെ പോയി വേണ്ട ഇതൊക്കെ ഇസ്തിരിട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് ഗൗരവ ബുദ്ധി ഉണർത്തുന്നത്. അതേ ഖുർആൻ ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ ആളുകളെ പ്രശംസിക്കുന്നുണ്ട്. ആ പ്രശംസിക്കുമ്പോ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ എന്ന് എടുത്തു പറയുന്നുണ്ട്.
എടുത്തു പറയുന്നുണ്ട്. അക്കൂട്ടരെ അള്ളാഹു പ്രശംസിക്കുന്നുണ്ട്. എന്തിനായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരായത്തിൽ ഈ കുൻതും ഖൈറ ഉമ്മത്തിൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ കൽപ്പിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരായത്ത് നോക്കൂ നിങ്ങൾ, അത് സൂറത്ത് തൗബയിലാണുള്ളത്, 71-ാമത്തെ ആയത്ത്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളും വിശ്വാസിനികളും ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്, അവർ അന്യോന്യം ഔലിയാക്കളാണ്, ആത്മമിത്രങ്ങളാണ് എന്നർത്ഥം. ആത്മമിത്രങ്ങളാണ്, ഒരു സ്നേഹവലയത്തിനകത്ത് ജീവിക്കുന്നവരാണ്. എന്തിനാണ് ആ സ്നേഹവലയം? അവർ ആ സ്നേഹവലയം സൃഷ്ടിച്ചുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കർമ്മം എന്താണ്? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. പിന്നെയോ വയുഖീമൂന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തണം. പിന്നെയോ വയൂതൂന സകാത്ത്, സകാത്ത് കൊടുക്കണം. വയുതീഊന അല്ലാഹ വറസൂലഹു ഉലൈക സയർഹമുഹുമുല്ലാഹ്, ഈ കൂട്ടർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക എന്ന് അള്ളാഹുവിന്റെ കിതാബ് പറയുന്നു. ഇവിടെയും അംറും ബിൽ മഅറൂഫിനും നഹീം അനിൽ മുൻകറിനുമാണ് മുന്തിയ പരിഗണന അള്ളാഹുവിന്റെ കിതാബ് നൽകുന്നത്. ഇത് ഒരു ഉദാഹരണത്തിന് 2 ആയത്തുകൾ എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽക്കണം. അംറും ബിൽ മഅറൂഫും നഹീം അനിൽ മുൻകറും നിലനിൽക്കണം. ആ നിലനിൽക്കാത്തതിന്റെ പ്രശ്നം കുറെ നടക്കുന്നുണ്ട് നാട്ടിൽ. ഒരുപാട് ഫസാദുകൾ, ഒരുപാട് കുഴപ്പങ്ങളില്ലാത്ത ഏരിയ ഏതാ? എവിടെയാണ് കുഴപ്പങ്ങളില്ലാത്തത്? വീട്ടിൽ കുഴപ്പമാണ്, നാട്ടിൽ കുഴപ്പമാണ്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന മഹാസംഘങ്ങളിൽ പ്രശ്നങ്ങളാണ്. അതിങ്ങനെ വഴിപിരിഞ്ഞു പോവുക. ഇതിന്റെ ഒക്കെ പിന്നിൽ ഈ അംറും ബിൽ മഅറൂഫും നഹീം അനിൽ മുൻകറും യഥാർത്ഥ അർത്ഥത്തിൽ നടക്കാത്തതാണ് എന്ന് നമ്മൾക്കറിയാതെ പോകുന്നു. ഉലൈക സയർഹമുഹുമുല്ലാഹ്, ആ പണി നടത്തിയാൽ മാത്രമേ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പാത്രീഭൂതരാവുകയുള്ളൂ. അത് നമ്മുടെ കയ്യിലെ കാശ് കൊണ്ട് വാങ്ങാൻ കിട്ടുന്നതല്ല, നമ്മുടെ തറവാടിത്തം കൊണ്ട് വാങ്ങാൻ കിട്ടുന്നതല്ല. നമ്മൾ ഖുറൈശി ആയതുകൊണ്ട് റഹ്മത്ത് കിട്ടുന്ന പ്രശ്നമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സയർഹമുഹുമുല്ലാഹ് എന്ന പദവിയിലേക്ക് വരാൻ നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. വൽതകും മിൻകും ഉമ്മ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു വിഭാഗം ഉണ്ടാവുക തന്നെ വേണം. യദ്ഊന ലിൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുക തന്നെ വേണം. അവരാണ് വിജയിക്കുന്നവർ. വിശുദ്ധ ഖുർആൻ ആലു ഇമ്രാൻ സൂറത്തിലെ 104-ാമത്തെ ആയത്ത്. ഇതൊക്കെ ആയത്തുകളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഈ സംഗതികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അംറും ബിൽ മഅറൂഫും നഹീം അനിൽ മുൻകറും നടത്തുന്ന ഒരവസ്ഥയുണ്ടാകണം. എന്നാൽ അംറും ബിൽ മഅറൂഫും നഹീം അനിൽ മുൻകറും ഈ മറ്റൊരർത്ഥത്തിലായി പോകുന്നതും അപകടകരമാണ്. ഞാൻ അംറും ബിൽ മഅറൂഫും നഹീം അനിൽ മുൻകറും നടത്തുന്നുണ്ടെങ്കിൽ അത് എനിക്ക് പേരും പെരുമയും ഉണ്ടാവാനാവരുത്, എൻ്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയാകരുത്, അത് എൻ്റെ ഉപജീവന മാർഗമായി മാറുകയും വരുത്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് എന്തുണ്ടാകുന്നു എന്നറിയോ? ഈ റിയാഇനും സമ്മാനും വേണ്ടി ഉണ്ടാകാവുന്ന അംറും ബിൽ മഅറൂഫും നഹീം അനിൽ മുൻകറിന്റെയും കെടുതികൾ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ താമസിക്കുന്ന ഈ കൊച്ചു കേരളം. എമ്പാടും ദഅവാ സംരംഭങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ ആ ദഅവാ സംരംഭങ്ങൾ നടത്തുന്ന വലിയ ദായിമാരെന്ന് അവകാശപ്പെടുന്ന ഉലമാക്കളും നമ്മൾ വിചാരിക്കുന്ന ആളുകൾ കാണിക്കുന്ന ഈ റിയാഉം അതുപോലെ തന്നെ പൊങ്ങച്ചവും അവരുടെ സ്വകാര്യ താല്പര്യങ്ങളുമാണ് മുസ്ലിം ഉമ്മത്തിന് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഇതിങ്ങനെ ഛിന്ന ഭിന്നമെന്നായി അവരവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി കഷ്ണിച്ച് പോകുന്നത്. ഇതിൽ എന്ത് നന്മയാണ് ആളുകളോട് പറയാനുള്ളത്? എന്ത് നന്മയാണ് ഒരു സമൂഹം നമ്മളിൽ നിന്ന് വായിച്ചെടുക്കുന്നത്? എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ദേഷ്യം പിടിച്ച് പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ വരുന്ന പണ്ഡിതന്മാരെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ അംറും ബിൽ മഅറൂഫും നഹീം അനിൽ മുൻകറും ഇഖ്ലാസോടുകൂടിയും അള്ളാഹുവിന്റെ വജീ കാണിച്ചുകൊണ്ടും നടത്തുന്ന ആളുകൾ ആരൊക്കെയെന്ന് നമ്മൾ സാധാരണക്കാരായ ആളുകൾ പഠിക്കണം. ഈ അംറും ബിൽ മഅറൂഫും നഹീം അനിൽ മുൻകറും തന്നെയാണോ? നമുക്ക് പരിചയമുള്ള ഒരു ഹദീസില്ലേ പ്രവാചകന്റെ? നരകത്തിൽ ഒരാളുടെ കുടൽമാല പുറത്തു ചാടിയിട്ട് അയാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന്. അത്ര പറഞ്ഞാൽ ആ കഥ എല്ലാവർക്കും അറിയാം. എന്നിട്ട് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം തകുൻ തഅ്മുർ ബിൽ മഅറൂഫ് വതൻഹാ അനിൽ മുൻകർ, നീ അവിടെ വഴന്നു പറയുന്ന ആളല്ലായിരുന്നു?
നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നത് കണ്ടിരുന്നല്ലോ. വലകിന്നി കുന്തു അമുറുക്കും ബിൽ മഅറൂഫ് വലാ ആതീഹി, ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഒരു സമുദായമായാൽ ഇങ്ങനെ ഉണ്ടാവണം, ഒരു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന് അല്ലാഹുവിന്റെ കിതാബ് പറയുന്നുണ്ട്. അതൊക്കെ സമ്മേളനങ്ങൾ നടത്തിയിട്ടും അല്ലാതെയും ഒക്കെ മാലോകരെന്ന് പറയും. ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു സമൂഹത്തിന്റെ സുഭദ്രമായ ഒരു സമൂഹത്തിന്റെ ഒന്നിച്ചു നിൽക്കാനുള്ള ആഹ്വാനമാണ് എന്നൊക്കെ പറയും. അത് പറയുന്നത് സുഭദ്രമായ ഒരു സംവിധാനത്തിൽ നിന്ന് അടർന്നു പോയതിന്റെ ശേഷവുമാവും. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ഇതൊരു വളരെ വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. ആളുകൾ കാണിക്കുന്ന എല്ലാം ദീനിന്റെ അഡ്രസ്സിലേക്ക് മാറുകയാണ്. ഞങ്ങൾ ചെയ്യുന്നതൊക്കെയും മതപരമായി അത്ര പെർഫെക്റ്റ് ആണ് എന്നെല്ലാവരും വിചാരിക്കരുത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മുൻകറായ കാര്യങ്ങൾ കണ്ടാൽ 3 സ്റ്റെപ്പാണ് അതിന് പറഞ്ഞത്. ഒന്ന്, ശക്തി ഉപയോഗിച്ച് തടയാൻ പറ്റുമെങ്കിൽ ശക്തി ഉപയോഗിച്ച് തടയണം. സമൂഹത്തിൽ പെരുകുന്ന തിന്മകൾക്കെതിരിൽ ശക്തി പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തു നിൽക്കേണ്ട അവസ്ഥയിൽ കയ്യൂക്ക് കാണിക്കേണ്ടിടത്ത് കയ്യൂക്ക് കാണിക്കേണ്ട അവസ്ഥ നിലവിൽ വരുന്നു. എങ്കിലേ ചിലതൊക്കെ തകരുക. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അങ്ങനെയായിരിക്കണം നമ്മൾ. കുടുംബനാഥന്മാർ എന്റെ മുമ്പിൽ ഈ ശബ്ദം കേൾക്കുന്നു. മാതാക്കളും പിതാക്കളും വലിയ കുടുംബങ്ങൾ നയിച്ചു പോകുന്ന ആളുകൾ അവനവന്റെ അകത്ത് കാണുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങളെ, തോന്യാസങ്ങളെ, മുൻകറുകളെ, മതം വെറുക്കുന്ന കാര്യങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ച് തടയണം. ഞാൻ സംഘടിപ്പിക്കുന്ന ചടങ്ങുകൾ അത്തരം വൃത്തികേടുകൾ കയറി വരുമ്പോ ഞാൻ ശക്തി ഉപയോഗിച്ച് തടയണം. ഞാൻ സംഘടിപ്പിക്കുന്ന വിവാഹവേളകളിലും വിവാഹ ആഘോഷങ്ങളിലുമൊക്കെ ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോ എനിക്ക് അധികാരമുണ്ടാവണം. ആ അധികാരം ഉപയോഗിച്ച് അരുത് എന്ന് പറയാനാവണം. അത് പറയുന്നില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും. വളരെ മോശമായ അവസ്ഥയിലേക്ക് നമ്മുടെ വിവാഹ ആഘോഷങ്ങൾ പോകുന്നു എന്നത് ഞാൻ പറയണ്ടല്ലോ. അതിൽ ഒരു സർക്കാരിന് നിയമമുണ്ടാക്കേണ്ടി വരിക. മുസ്ലിം ഉമ്മത്തിന്റെ മാതൃകാപരമായി നടക്കേണ്ട ഒരു ചടങ്ങിൽ നിയമം മൂലം നിയന്ത്രിക്കേണ്ടി വരുന്നത് എത്ര മോശമാണ്. കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ നിയമമാണ്, കാസർഗോഡ് ജില്ലയിൽ നിയമമാണ്. എവിടെ എത്തി ഈ സമൂഹം എന്നതിനൊരൊറ്റ ഉദാഹരണമാണത്. നമ്മൾ എന്തും ചെയ്യും. ആ എന്തും ചെയ്യുന്നതിന് ഒരു വേള എതിർക്കേണ്ടവർ, തടയേണ്ടവർ, വിലക്കേർപ്പെടുത്തേണ്ടവർ, ബഹിഷ്കരിക്കേണ്ടവർ അതിന് സമ്മതം മൂടുകയും ചെയ്യും, അല്ലെങ്കിൽ മൗനം സമ്മതമായി അംഗീകരിക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ള കുറെ പശ്ചാത്തലം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ബില്ലിസാൻ, നാവ് കൊണ്ട് പറഞ്ഞവസാനിപ്പിക്കണം. അതിനും സാധിക്കുന്നില്ലെങ്കിൽ ദുർബലമായ ഈമാനിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾ നിൽക്കണം. എപ്പോഴും നിങ്ങൾ അതിൽ നിന്ന് തകർന്നു പോകാം. അത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു ഉറപ്പ് മാത്രമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോഴും നിങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? അള്ളാഹുവിന്റെ കിതാബ് ഒരു നിർദ്ദേശം വെച്ചിരുന്നു. നല്ല ശൈലിയിലായിരിക്കണം പറയേണ്ടത്. നന്നായി പറയണം, വെറുപ്പിക്കരുത്. പറയുമ്പോൾ നന്നാക്കി പറഞ്ഞു കൊടുക്കണം. വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. നല്ല രൂപത്തിൽ അവരോട് സംവദിക്കണം. ഭാഷ നന്നാവണം, പെരുമാറ്റം നന്നാവണം, അതൊക്കെ ഉണ്ടാവണം. പിന്നെ വീണ്ടും പറഞ്ഞു, വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഇല്ലല്ലദീന വലമു മിൻഹും. അവിടെ അങ്ങനെ ഒരു വാക്കുണ്ട്. അപ്പൊ ഈ ആയത്തിന്റെ ആദ്യത്തെ ഭാഗം എല്ലാവർക്കും ഇഷ്ടമാണ്. നന്നായി സൂപ്പിട്ട് സംസാരിക്കണം എന്നല്ല ഇതിനർത്ഥം. നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലേക്ക് എത്താവുന്ന രൂപത്തിലായിരിക്കണം എന്നാണ്. ഇതുകൊണ്ട് ഉണ്ടാവേണ്ടത് ഈ ഒരു ദുഷ്കർമ്മം സമൂഹത്തിൽ നിന്ന് ഇല്ലാതെ പോകലാണ്. ഈ ഒരു സൽക്കർമ്മം എങ്ങനെയെങ്കിലും ഈ സമൂഹത്തിൽ നടമാടണം എന്ന താല്പര്യമാണ്. എന്നാണ് ഞാൻ ഒന്നായിട്ട് കാട്ടടച്ച് വെടിവെച്ച് എല്ലാവരെയും ശത്രുക്കളാക്കി മാറ്റണം എന്നല്ല എന്നാ. പക്ഷെ ഈ ആയത്തില് സൂറത്ത് അങ്കബൂത്തിൽ 46 അവസാനിപ്പിച്ചത് അല്ലാഹു ഇങ്ങനെ അറിയും, വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഇല്ലല്ലദീന വലമു മിൻഹും. അവരുടെ കൂട്ടത്തിലെ അക്രമികളോട് നിങ്ങൾ അങ്ങനെ വേണമെന്നൊന്നുമില്ല. വിശുദ്ധ ഖുർആനിലെ 2 ആയത്ത് ഞാൻ ഓതട്ടെ നിങ്ങളുടെ മുമ്പിൽ.
വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. നിങ്ങളോട് ഇങ്ങോട്ട് വളരെ മോശമായി പെരുമാറുന്ന ആളുകളോട് സയ്യിഅത്തുൻ മിസ്ലുഹാ. ഒരായത്ത്. രണ്ടാമത്തെ ആയത്ത് ഫമൻ യഅ്തദാ അലൈക്കും ഫഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദാ അലൈക്കും. ഒന്നുകൂടി ഫമൻ യഅ്തദാ അലൈക്കും ഫഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദാ അലൈക്കും. നിങ്ങളെ പുറം കയറുന്നവർ, നിങ്ങളെ മേക്കിട്ട് കയറുന്നവർ, നിങ്ങളോട് ഇങ്ങോട്ട് അതിക്രമം കാണിക്കുന്നവർ, അതേ അവസ്ഥയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും അങ്ങനെ ചെയ്യാം. എല്ലാ സ്ഥലത്തും നിങ്ങളൊരു ചാഞ്ഞ മരമായി നിന്ന് കൊടുക്കരുത്. തിന്മകളോട് അടരാടുമ്പോ, സാമൂഹ്യ തിന്മകളോട് അടരാടുമ്പോ, സാംസ്കാരിക ജീർണതകളോട് പോരാട്ടം പ്രഖ്യാപിക്കുമ്പോ ഒരു അഴവഴമ്പും നിലപാട് കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. അതിനെതിരിൽ ചീറി വരുന്ന ആളുകളോട് ചിലപ്പോൾ നിങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കേണ്ടി വരും. അപ്പോഴും നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ലക്ഷ്യം നന്മ സ്ഥാപിക്കലും തിന്മ ഈ വിഭാടനം ചെയ്യലും ആണെന്ന് എന്ന് അള്ളാഹുവിന്റെ കിതാബ് നമ്മോട് പറയുന്നുണ്ട്. ഇനി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉമർ ബിൻ ഖത്താബും പറഞ്ഞിട്ടുണ്ട്, രണ്ടാളുകളും പറഞ്ഞൊരു സംഭവമുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഇന്നല്ലാഹ യസ്ഉ ബിസ്സുൽത്താൻ മാ ലാ യസ്ഉ ബിൽ ഖുർആൻ. ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കാതെ ഇതിന്റെ അർത്ഥം കേൾക്കുക. ഖുർആൻ കൊണ്ട് മാറ്റാത്ത ഒരു തിന്മ ഒരുപക്ഷെ നിങ്ങളുടെ അധികാരം കൊണ്ട് മാറിയെന്ന് വരും. ഖുർആൻ ഓതിക്കൊടുത്തിട്ട്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് ഓതിക്കൊടുത്തിട്ട് മാറാൻ കൂട്ടാക്കാത്ത ഒരാൾ നിങ്ങൾ അധികാരത്തിന്റെ ദണ്ഡുമായി ചെന്നാൽ ആ തിന്മയിൽ വിട്ടോടിപ്പോകും എന്ന് മലയാളം. ശരിയല്ലേ? ആയത്തും ഹദീസും ഒക്കെ മനസ്സിലേക്ക് ചെല്ലണമെങ്കിൽ കുറച്ചൊക്കെ ഈമാൻ വേണം, കുറച്ചൊക്കെ ഇൽമും വേണം, കുറച്ചൊക്കെ നല്ല ബോധവും വേണം. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ പോയിട്ട് ഈ വേദമോദിയത് കൊണ്ട് കാര്യമില്ലെന്ന് നാടൻ ചൊല്ലുണ്ടല്ലോ. പക്ഷേ അധികാരമുള്ള ആളുകൾ ആ അധികാര സ്ഥാനത്ത് നിന്നുകൊണ്ട് കണ്ണുരുട്ടിയാൽ ഇല്ലാതെയായി പോകുന്ന ഒരുപാട് തിന്മകളുണ്ട്. അതാണ് എന്റെ മുമ്പിലുള്ള രക്ഷിതാക്കളോട്, മുതിർന്നവരോട്, ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട്, സമൂഹത്തിൽ നിലയുമുള്ള ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നിങ്ങളുടെ റോൾ എടുത്തേ പറ്റൂ. അങ്ങനെ വരുമ്പോ ഇതിവിടെ നടക്കില്ല എന്ന് അതിന്റെ ആളുകൾക്ക് മനസ്സിലാവും. അതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണം. അല്ലാതിരുന്നാൽ നമ്മളുടെ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാതിരുന്നാൽ നമ്മെ സഹായിക്കേണ്ട ഒരു ഘട്ടത്തിലും അല്ലാഹു സഹായിക്കുകയില്ല. ഇതിനേക്കാൾ വലിയ ശിക്ഷ എന്താ വരാനുള്ളത്? നമ്മൾ അല്ലാഹുവോട് കൈ നീട്ടിയിട്ട് കേണപേക്ഷിക്കുന്ന ഒരപേക്ഷയും മറുപടിയില്ലാത്തതായി പോകും. അല്ലാഹു അങ്ങനെ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. യഖൂലുല്ലാഹു അസ്സ വജൽ മുറൂ ബിൽ മഅറൂഫ് വൻഹു അനിൽ മുൻകർ ഖബ്ല അൻ തദ്ഉനി ഫലാ അസ്തജീബു ലക്കും. നിങ്ങൾ ഈ പണി ചെയ്തു കൊടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ദുആ ഇരുന്നാൽ ആ ദുആക്ക് ഉത്തരം കിട്ടാതെ പോകും. നാട്ടിൽ കുറച്ചൊക്കെ ആളുകളുടെ അനിഷ്ടം നേടലാണോ അള്ളാഹുവിന്റെ സഹായം മരിക്കുവോളവും കിട്ടണം എന്നതാണോ നിങ്ങളുടെ താല്പര്യം? ഞാൻ എന്തിനാപ്പൊക്കെ പറയാൻ പോകുന്നത്? വെറുതെ ശത്രുത ഉണ്ടാക്കുന്നു എന്നതാണോ, അതോ അള്ളാഹുവിന്റെ സഹായം വേണ്ട എന്നതാണോ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റാവുന്ന നിലപാട് എന്ന് നമ്മൾ ആലോചിക്കുക. അൻതസ്അലൂനി ഫലാ ഉതീകും വഖബ്ല അൻ തൻസുറൂനി തസ്തൻസിറൂനി ഫലാ അൻസുറുകും. നിങ്ങൾ സഹായം ചോദിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കൂല, നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നൊന്നും ഞാൻ തരൂല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടാകുന്ന. അതുകൊണ്ട് അംറും ബിൽ മഅറൂഫ് നഹീം അനിൽ മുൻകർ നമ്മളൊരു ഉമ്മത്തിന്റെ ഭാഗമാണ്. ആ ഉമ്മത്തിന്റെ ആദ്യത്തെ ഗുണം അതായിരുന്നു. പഴയ കാലത്ത് അതായിരുന്നു നമ്മുടെ സമൂഹം. സഹാബത്തിന്റെ കാലത്ത്, താബികളുടെ താബിയുടെ കാലത്ത്, എന്തിനേറെ നമ്മളുടെയൊക്കെ ഉപ്പമാരും വല്ലിപ്പമാരും ജീവിച്ചിരുന്ന കാലത്ത് ഇതിന് അങ്ങോട്ടൊക്കെ പോകണം. ഒരു നാട്ടിൽ ഒരാളുണ്ടാകും, അല്ലെങ്കിൽ ഒന്നിലേറെ ആളുകൾ ഉണ്ടാകും. അവസാനത്തെ വാക്ക് പറയാം. അരുതട എന്ന് പറഞ്ഞാൽ അത് അരുത് തന്നെയായിരുന്നു.
നടക്കില്ല ഇവിടെ എന്നവർ പറഞ്ഞാൽ നടക്കുമായിരുന്നില്ല. എന്തേ നമുക്കൊരു പേടി? ഒരു കുടുംബത്തിലെ ഒരു കാരണവർ പറഞ്ഞാൽ ആ കുടുംബത്തിലെ ഇളം തലമുറ അങ്ങനെ തന്നെ അനുസരിച്ചിരുന്നു. എന്തേ നമ്മൾ പറയാത്തത്? അള്ളാഹു ഏൽപ്പിച്ചൊരു വലിയ ഉത്തരവാദിത്തമാണ് ഇത് എന്ന ബോധത്തോടു കൂടി ഇതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കുക. എന്നിട്ട് അനർത്ഥങ്ങൾ കാണുമ്പോൾ തിരുത്തുവാനുള്ള ആർജവം കാണിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഊസിക്കും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊന്ന് കൂടെ ഓർത്തുന്നു. അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകറും നടത്തണമെങ്കിൽ അങ്ങേയറ്റത്തെ ക്ഷമയും അള്ളാഹുവിൻ്റെ കൂലിയിലുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയും ഇത് രണ്ടെണ്ണം ഉണ്ടാവണം. അസ്സബ്ർ വൽ ഇഹ്തിസാബ്. ക്ഷമയില്ലാത്തവന് ഇത് കഴിയില്ല. ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം നമ്മളെ ഇന്ന് വിട്ടുപോകും. നല്ല തഖ്വയുണ്ടാകും. നിങ്ങളെവിടെയും കുടുങ്ങുക, പേടിക്കണ്ട. അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം നിങ്ങൾ നിർവഹിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ എവിടെയും കുടുങ്ങൂല. അതാണ് ഞാൻ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹു നിങ്ങൾ രക്ഷപ്പെടുത്തും. അള്ളാഹു അയാളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ് യൻസുർക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ മതത്തെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിന്റെ മതത്തെ സഹായിക്കേണ്ടതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ. അത് ചെയ്യുന്നില്ല നമ്മൾ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നില്ല. ചെറിയ തോതിൽ, നേരിയ തോതിൽ. ഇത് ഫർള് ഐനായി മാറുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഫർള് ഐനായി മാറുന്നു. ഞാനൊരു തിന്മ കാണുന്നു, ഒരു തിന്മ നിങ്ങളിൽ ആരുടെയെങ്കിലും പക്കൽ ഒരു തിന്മ കാണുന്നു, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഞാനൊരു തിന്മ കാണുന്നു, അല്ലെങ്കിൽ എൻ്റെ വിദ്യാർത്ഥികളിൽ ഞാനൊരു തിന്മ കാണുന്നു. ഞാൻ മാത്രമാണത് കാണുന്നത്, അറിയുന്നത്. അവിടെ ഞാനത് തിരുത്തുന്നത് ഒരു ഫർള് ഐനാണ്. അരുതട എന്ന് പറയേണ്ടത് എൻ്റെ വ്യക്തിപരമായ മതപരമായ നിർബന്ധ ബാധ്യതയായി മാറുന്നു. ആ ബാധ്യത നിർവഹിക്കാൻ ആളില്ലാത്തതാണ് ഇപ്പോഴുള്ള വലിയ പ്രശ്നം. രാജിയാകുന്നു, എല്ലാവരും രാജിയാകരുത് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന എന്നൊരു ഹദീസുണ്ട്. ഇൽമ തേടിയിട്ട് ഒരാൾ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ ആ യാത്ര അവസാനിപ്പിച്ച് വീട്ടിൽ തിരിച്ചെത്തുന്നത് അയാൾ ഫീ സബീലില്ലാഹ് എന്നൊരു മറ്റൊരു ഹദീസും ഇവിടെ പറഞ്ഞത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. എന്തിനാണ് ഞാൻ ഈ ഹദീസ് പറയുന്നത്? കുറച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. എന്താണ് മതത്തിൽ ഈ വിഷയത്തിൽ പറയുന്നത് പഠിക്കണം. കുറെയൊക്കെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അറിയണം. അതൊന്നും എനിക്കറിയില്ല, എന്നോടൊന്നും ചോദിക്കണ്ട. അതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ഇതൊരു നല്ല മറുപടിയൊന്നുമല്ല, അതൊരു വെളുവല്ല. അങ്ങനെ വലിയൊരു വിളവാന്ന് വിചാരിക്കണ്ട. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പ്രാഥമികമായ കാര്യങ്ങളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നു. ആളുകൾ തമ്മിൽ കടിപിടി കൂടുന്ന വിഷയത്തിൽ എന്താണെന്ന് നിജസ്ഥിതി പഠിക്കണം. അതിന് മാത്രമുള്ള ബുദ്ധി അല്ലാഹു എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. പഠിച്ചറിയണം. അങ്ങനെ പഠിക്കുമ്പോ ആ പഠനം തന്നെയും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചക തിരുമേനി നമ്മോട് പറയുന്നു. പഠിക്കുക, എന്നിട്ടൊരു നിലപാടെടുക്കുക. ആ നിലപാട് ശരിയായതാവുക. അങ്ങനെ ശരിയായ നിലപാടിൽ ജീവിക്കുക. അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുവാൻ വേണ്ടി അധ്വാനിക്കുക. അള്ളാഹു നമ്മെ തുറക്കുമാറാവട്ടെ. ഇന്ന് കേന്ദ്ര പള്ളി ഫണ്ടിലേക്കുള്ള കലക്ഷൻ എടുക്കുന്നുണ്ട്. അതിൽ സഹായം എല്ലാവരും നന്നായി ചെയ്യണം എന്നുള്ളതൊന്നു. MGM പരപ്പനങ്ങാടി ശാഖയുടെ കുടുംബ സംഗമം 11-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് അൽഫിത്ര സ്കൂളിന് പിറകുവശത്ത് മാപ്പൂട്ടിൽ റോഡിൽ വെച്ച് നടക്കുന്നുണ്ട്. ജീവിതം എന്തിനു വേണ്ടി എന്ന വിഷയത്തിൽ അബ്ദുൽ നാസർ ഫാറൂഖിയാണ് പ്രഭാഷണം നടത്തുന്നത്. സഹോദരിമാരതിൽ എല്ലാവരും പങ്കെടുക്കണം, മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകളിൽ